അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് റജബിൻ്റെ 1 പുണ്യ പകലിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് മഗ്‌രിബിന് മുമ്പായി ഓതേണ്ട മുഴുവനും കാര്യങ്ങളും ചൊല്ലേണ്ട എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയാണ്. ഇൻഷാ അള്ളാഹ് എല്ലാവരും ഇത് പരിപൂർണമായി കേൾക്കുകയും മാത്രമല്ല ഇതുകൊണ്ട് വലിയ നേട്ടമുണ്ടാകും, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തന്ന വലിയ പവിത്രമേറിയ ഈ പരിശുദ്ധമായ റജബിൻ്റെ പുണ്യപ്പകൽ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പലരും ഇന്ന് നോമ്പുകാരായിരിക്കും. നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ നാം പറഞ്ഞിട്ടുണ്ട്. നാം ഇന്ന് മഗ്‌രിബിൻ്റെ മുമ്പായി, പ്രത്യേകിച്ച് ഇന്നത്തെ അസറിൻ്റെ സമയം പ്രധാനപ്പെട്ടതാണ്. അസർ നമസ്കാരത്തിൻ്റെ ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ 281 പേജിൽ കാണാൻ സാധിക്കുന്നു. റജബ്, അതുപോലെ റജബ് മാസത്തിൻ്റെ പ്രത്യേകിച്ച് അസറിൻ്റെ ശേഷം നാം ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്ർ ഇത് പറയുകയാണെങ്കിൽ, ആ ദിക്ർ പറഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മലക്കുകളോട് പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടാണ്, മൻ ഖാല ഫീ ഷഹർ റജബ് മാസത്തിൽ ഒരാളിത് പറയുകയാണെങ്കിൽ അള്ളാഹു വഹി ഇറക്കുകയാണ്. ഇങ്ങനെ അഹ്രിഖ നമ്മുടെ നന്മത്തിന്മകൾ എഴുതപ്പെടുന്ന 2 മലക്കുകളോട് പറയുന്നു, അഹ്രിഖ സ്വഹീഫത ദുനൂബിഹി വഖതായ, ഇവർക്കുള്ള നന്മത്തിന്മകൾ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെ കരിച്ചു കളയുക, മായ്ച്ചു കളയുക എന്നല്ല, അതിനെ കരിച്ചു കളയുക. നമ്മുടെ തിന്മകൾ എഴുതപ്പെട്ട ഗ്രന്ഥത്തെ കരിച്ചു കളയുക. നമ്മുടെ എല്ലാ പാവങ്ങളും അള്ളാഹു പൊറുത്തു തരും. അപ്പം നാം ചൊല്ലേണ്ട ദിക്ർ ഇതാണ്: അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുൽ ദംബ് വസത്താറുൽ ഉയൂബ് വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ നഫ്സിഹി ലാ യംലികു ളർറൻ വലാ നഫ്അൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. വളരെ എളുപ്പമാണ് പറയാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിതാബ് നോക്കി തന്നെ ചൊല്ലാവുന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുൽ ദംബി വസത്താറുൽ ഉയൂബ് വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ളർറൻ വലാ നഫ്അൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. ഇതൊരു 7 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് അസർ നമസ്കാരത്തിൻ്റെ ശേഷം മഗ്‌രിബിന് മുമ്പായി നാം ഇത് ചൊല്ലിത്തീർക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നാം ചൊല്ലുകയാണെങ്കിൽ അഹ്രിഖ സ്വഹീഫത ദുനൂബിഹി വഖതായ, അവൻ്റെ നന്മത്തിന്മകൾ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെ കരിച്ചു കളയാൻ വേണ്ടി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അൽ മലക്കൈൻ അൽ മുഅക്കലൈൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് അള്ളാഹു വഹി നൽകുമെന്ന് വളരെ വ്യക്തമായി നമുക്ക് ഗ്രന്ഥത്തിൽ കിതാബിൽ കാണാൻ സാധിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ സർവ്വ പാവങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം മഗ്‌രിബിന് മുമ്പായി ഈ പുണ്യപകൽ പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് നമുക്ക് 100 ഹജ്ജ് ചെയ്ത, അതുപോലെ 100 ഉംറ ചെയ്ത പ്രതിഫലം നൽകപ്പെടുന്ന മറ്റൊരു അമൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെങ്കിലും ഒരു സ്വതക്ക നൽകുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നൽകുന്ന സ്വതക്കക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം 1000 ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത പ്രതിഫലം 1 ദിർഹം, 1 രൂപക്ക് അല്ലാഹു നൽകുകയാണ്. അതുകൊണ്ട് മുമ്പത്തെ പോലെയല്ല, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പാവങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കവരെ പോകണം, അവരെ കാണണം, അവരെ കണ്ടുപിടിക്കണം. അവിടെ പോയാൽ അവർ ഇല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ചു വരണം. അവർ ഉള്ള സമയത്ത് പോയവരെ തേടി പിടിക്കണം. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് അങ്ങനെ ഒരു പ്രയാസമില്ല. മൊബൈൽ ഒന്ന് എടുത്താൽ മതി, ഗൂഗിൾ പേ, ഫോൺ പേ നമ്പറൊക്കെ ഉണ്ട്. അതിലേക്കൊന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്കത് എത്തുകയാണ്. അള്ളാഹു നമുക്ക് വലിയ പുണ്യവും രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ കുടുംബത്തിലെ അയൽവാസികൾ അത്തരക്കാരെ നിങ്ങൾക്ക് കണ്ടെത്തുന്നില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ വാസികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. ആരുമില്ല, സമ്പന്നരാണ്, വിദേശത്ത് ജോലി ചെയ്യുന്നവർ കൂട്ടത്തിൽ വലിയ സമ്പന്നർ മാത്രമേ ഉള്ളൂ.
എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നമ്പറിൽ അയച്ചാൽ അത് അർഹതപ്പെട്ട വ്യക്തിയിലേക്ക് ഇൻഷാ അല്ലാഹ് നാം എത്തിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം നോമ്പിൻ്റെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതോടൊപ്പം പറയുന്നത്, ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റാത്ത വളരെ സങ്കടപ്പെടുന്നവരുണ്ട്. കാരണം ഇന്നലെ രാത്രി ചില ആളുകൾക്ക് റജബ് 1 അല്ലേ എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഉള്ളവർ ഇൻഷാ അല്ലാഹ് ഇന്ന്, അതായത് മഗ്രിബിന് മുമ്പായത് ചൊല്ലി തീർക്കാവുന്നതാണ്. നാം ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ദിക്ർ, അതായത് ബഹുമാനപ്പെട്ട വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുന്ന വേദഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ വായിച്ചു എന്ന് പറയുന്നു. റജബിൽ രാവിലെയും അതുപോലെ വൈകുന്നേരവും ഒരാൾ കൈകൾ ഉയർത്തിക്കൊണ്ട് 70 തവണ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവനെ നരകം സ്പർശിക്കുകയില്ല, അവൻ്റെ തൊലി നരകത്തിലേക്ക് സ്പർശിക്കുകയില്ല എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് രാവിലെയും പറയാം, വൈകുന്നേരം പറയാം. പരിശുദ്ധമായ ഈ മാസത്തിൽ തീർച്ചയായും ഇത് നാം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമാണ്, നരകത്തിന് തൊട്ട് വലിയ കാവലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ നാം പറഞ്ഞു ഷഹറുൽ ഇസ്തിഗ്ഫാറാണ്. കാരണം ഇനി നമുക്ക് വരാൻ പോകുന്നത് വലിയ ഒരു അതിഥിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണ്. വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ നാം എന്തു ചെയ്യും? വീടൊക്കെ നല്ല വൃത്തിയാക്കി ശുദ്ധിയാക്കി അടിച്ചെല്ലാം അത് നന്നായി വൃത്തിയാക്കി നാം വെക്കും. എന്തിന്? കാരണം ആ വരുന്ന ആ അതിഥിക്ക്, ആ ഗസ്റ്റിക്ക് നമ്മുടെ വീട് കണ്ട അറുപ്പും വെറുപ്പും തോന്നാതിരിക്കാൻ വേണ്ടി മനോഹരമാക്കിയിരിക്കും. കാരണം എത്ര കണ്ട് നമുക്ക് മനോഹരമാക്കും, അത്ര കണ്ട് നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നാം മനോഹരമാക്കുമല്ലോ. പിന്നെ കല്യാണം പരിപാടി, വീട്ടിൽ എന്തെങ്കിലും വലിയ ഫംഗ്ഷൻ പരിപാടിയൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് അതിഥികൾ വരും. വലിയ വലിയ അതിഥികളൊക്കെ വരുമ്പോൾ നാം പ്രത്യേകിച്ച് എന്താക്കും, ആ വീടിനൊന്നൊരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നന്നായി ആ വീട് ശുദ്ധീകരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് വരാൻ പോകുന്നത് വലിയ അതിഥിയാണ്, പരിശുദ്ധമായ റമദാനാണ്. അതുകൊണ്ട് ശുദ്ധീകരിക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം നാം ശുദ്ധീകരിക്കണം. ഹൃദയം ശുദ്ധീകരിക്കാനുള്ള സോപ്പ്, അതിനെ ശുദ്ധീകരിക്കാനുള്ള വസ്തു എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ട് ഷഹറുൽ ഇസ്തിഗ്ഫാർ, റജബിനെ കുറിച്ച് പറഞ്ഞത് ഇസ്തിഗ്ഫാറിൻ്റെ മാസം എന്നാണ്. അതുകൊണ്ട് ഷഹറുൽ ഇസ്തിഗ്ഫാറാണ്. ഷഹറുൽ ഇസ്തിഗ്ഫാർ ആയതുകൊണ്ട് ധാരാളം കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ധാരാളം പറഞ്ഞ് നമ്മുടെ കൽബ് ശുദ്ധീകരിക്കുക. കാരണം നമുക്ക് വരുന്ന വലിയ ഒരു ഗസ്റ്റാണ് പരിശുദ്ധമായ പുണ്യമേറിയ റമദാൻ. ആ വരുന്ന സമയത്ത് നമ്മുടെ കൽബ് ശുദ്ധിയില്ല എങ്കിൽ റമദാൻ നമ്മുടെ കൽബിലേക്ക് അടുക്കൂല. കാരണം ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിൽ അറുപ്പും വെറുപ്പും കച്ചറകളുണ്ടാൽ ആ വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും നമുക്ക് മനസ്സ് വരുമോ? നമുക്കവിടെ വല്ലാത്ത വിഷമമാവും, നമ്മുടെ തിരിഞ്ഞു പോകും. അല്ലെങ്കിൽ അവിടെ അവരുടെ മുമ്പിൽ ഒരു നാടകീയമല്ലാതെ നമുക്കവിടെ നിന്ന് ഒരിക്കൽ രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നും. അതുപോലെ റമദാനും ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് കയറൂല. നമ്മുടെ ഹൃദയം ശുദ്ധിയല്ലല്ലോ. ശുദ്ധിയല്ലാത്ത ഹൃദയത്തിലേക്ക് ഈ വലിയ അതിഥി, ഏറ്റവും ആദരിക്കപ്പെടുന്ന, ലോകം തന്നെ ബഹുമാനിക്കപ്പെടുന്ന, ലോകം തന്നെ ആദരവോട് കാണുന്ന അത്ര വലിയ ഒരു അതിഥി നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം പരിപൂർണമായി ശുദ്ധിയായിരിക്കണം. അതിനുവേണ്ടി ധാരാളം ഇസ്തിഗ്ഫാർ പറഞ്ഞ് തൗബ ചെയ്ത് നാം അല്ലാഹുവിലേക്ക് മടങ്ങിയിരിക്കണം. അതോടൊപ്പം നാം പറഞ്ഞത് ഇന്നത്തെ പകൽ എൻ്റെ പ്രിയപ്പെട്ടവർ നാം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ദിക്ർ. തീർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ റജബിലെ ആദ്യത്തെ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഒരാൾ റജബിലെ ആദ്യത്തിൽ ഈ ദിക്ർ, അതുപോലെ 2-ാം പത്തിൽ മറ്റൊരു ദിക്റുണ്ട് സുബ്ഹാനല്ലാഹിൽ അഹദ് സ്വമദ്, അതുപോലെ 3-ാം പത്തിൽ മറ്റൊരു ദിക്റുണ്ട്, അതായത് സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന് പറയുന്ന ദിക്റുണ്ട്. ഈ ദിക്ർ 100 തവണ വീതം ചൊല്ലിയാൽ അവൻ നൽകപ്പെടുന്ന പ്രതിഫലം ഒരാൾക്കും വിവരിക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നുസ്ഹത്തുൽ മജാലിസ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവന് എത്രയാണോ പ്രതിഫലം നൽകുന്നത് എന്ന് അത് ഒരാൾക്കും വിവരിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രതിഫലം എത്രയായിരിക്കും? അത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം ധാരാളം പറയുക. 100 തവണ പറയാൻ വേണ്ടിയാണ് പറയുന്നത്. 100 തവണ വീതം ചൊല്ലുക എന്നാണ്. 100 തവണ എൻ്റെ പ്രിയപ്പെട്ടവരെ ചൊല്ലുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം പ്രത്യേകിച്ച് നാം ഇന്നലെ പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസ്, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ തന്നെ അവനിക്കൊരു കൊട്ടാരം നൽകപ്പെടുമെന്നാണ്.
അതുപോലെ 100 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 10 കൊട്ടാരങ്ങൾ അവനിക്ക് നൽകപ്പെടുമെന്നാണ്. 10 സൂറത്ത് ഓതിയാൽ ഒരു കൊട്ടാരം, 100 സൂറത്ത് ഓതിയാൽ നമുക്ക് കിട്ടുന്ന 10 കൊട്ടാരങ്ങളാണ്. ഇപ്പം തന്നെ നമുക്ക് ആ കൊട്ടാരങ്ങൾ റെഡിയാക്കി വെക്കണം. നാളെ പരലോകത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു അതിന് നമുക്ക് ഒരുക്കി വെക്കണമെങ്കിൽ അതിനുവേണ്ടി നാം ദുനിയാവിൽ പണിയെടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം സൂറത്തുൽ ഫാത്തിഹ, എൻ്റെ പ്രിയപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ മാസമായതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഒരു 100 തവണ ഓതാൻ മറക്കല്ലേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ പുണ്യമേറിയ ഈ പകൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.